എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ ഇവരെ കൈകാര്യം ചെയ്തോളാം. പാക് ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അവസാന സന്ദേശം ഇപ്രകാരമായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിലാണ് സന്ദീപ് ജനിച്ചത്. ISRO ഉദ്യോഗസ്ഥനായ K ഉണ്ണികൃഷ്ണന്റെയും ധനലക്ഷ്മിയുടെയും ഏക മകനായിരുന്നു അദ്ദേഹം. പിന്നീട് കുടുംബം ബാംഗ്ലൂരിലേക്ക് മാറുകയും അവിടെയുള്ള ഫ്രാങ്ക് ആന്റണി പബ്ലിക് സ്കൂളിൽ സന്ദീപ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു. ചെറുപ്പകാലം മുതൽക്കേ സൈനിക വേഷത്തോടും രാജ്യസേവനത്തോടും സന്ദീപിന് അടങ്ങാത്ത ആവേശമായിരുന്നു. സ്കൂൾ പഠനകാലത്ത് കായിക രംഗത്തും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന അദ്ദേഹം തന്റെ ലക്ഷ്യം ഇന്ത്യൻ സൈന്യമാണെന്ന് ഉറപ്പിച്ചിരുന്നു. 1995 നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നതോടെ ആ സ്വപ്നത്തിലേക്കുള്ള വാതിൽ തുറന്നു. സന്ദീപിന്റെ സൈനിക ജീവിതത്തിന്റെ ഭൂരിഭാഗവും കാർഗിൽ മുതൽ സിയാച്ചിൽ വരെയുള്ള അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു. 1999 കാർഗിൽ യുദ്ധസമയത്ത് അസാധാരണമായ ധീരത പ്രകടിപ്പിച്ച അദ്ദേഹത്തെ രാജ്യം ശ്രദ്ധിച്ചിരുന്നു. വെറും 2 വർഷത്തെ സേവന പരിചയം മാത്രമുള്ളപ്പോൾ തന്നെ അതിർത്തിയിലെ അതീവ സുരക്ഷാ പോസ്റ്റുകളിൽ കമാൻഡ് ചെയ്യാൻ സന്ദീപിന് കഴിഞ്ഞു. പിന്നീട് രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ കമാൻഡോ ഫോഴ്സായ NSGയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 2007 51 സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിന്റെ ചീഫ് ഇൻസ്ട്രക്ടറായി അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തു. 2008 നവംബർ 26 ഇന്ത്യയെ നടുക്കിയ മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. താജ് ഹോട്ടലിൽ താവളമുറപ്പിച്ച പാകിസ്ഥാൻ ഭീകരർ നൂറുകണക്കിന് നിരപരാധികളെ ബന്ദികളാക്കി. അവരെ മോചിപ്പിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ NSG ഏറ്റെടുത്തു. നവംബർ 27 അർദ്ധരാത്രിയോടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കമാൻഡോ സംഘം ഹോട്ടലിനുള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഹോട്ടലിന്റെ ആഡംബര മുറികളിലും ഇടനാഴികളിലും ഒളിച്ചിരുന്ന ഭീകരരെ ഓരോന്നായി നേരിട്ടു. അവിടെ കുടുങ്ങിക്കിടന്ന ഒട്ടനവധി വിദേശ സഞ്ചാരികളെയും സ്ത്രീകളെയും കുട്ടികളെയും സന്ദീപും സംഘവും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. എന്നാൽ 3-ാം നിലയിലെ ഒരു മുറിയിൽ വെച്ച് ഭീകരർ ശക്തമായ വെടിവയ്പ് നടത്തി. ഈ പോരാട്ടത്തിനിടയിൽ സന്ദീപിന്റെ വിശ്വസ്തനായ സഹപ്രവർത്തകൻ സുനിൽ യാദവിനെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ശത്രുക്കളുടെ വെടിയുണ്ടകൾ വകവയ്ക്കാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി സന്ദീപ് സുനിലിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഭീകരർ മുകളിലത്തെ നിലയിലേക്ക് കടന്ന് വീണ്ടും ആളുകളെ ബന്ദികളാക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ സന്ദീപ് ബാക്കി കമാൻഡോകളോട് താഴെ നിൽക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഡു നോട്ട് കം അപ്പ്, ഐ വിൽ ഹാൻഡിൽ ദം എന്ന അദ്ദേഹത്തിന്റെ അന്ത്യ സന്ദേശം ആ ധീരതയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഏകനായി മുന്നേറിയ സന്ദീപ് ഭീകരരെ പ്രതിരോധത്തിലാക്കി. എന്നാൽ ഒളിച്ചിരുന്ന ശത്രുക്കളുടെ വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. ചോര വാർന്നൊഴുകുമ്പോഴും ഇന്ത്യയുടെ ആ കാവൽക്കാരൻ തന്റെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടേയിരുന്നു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന 31-കാരനായ ചെറുപ്പക്കാരന്റെ ആത്മത്യാഗം വെറുതെ ആയില്ല. അദ്ദേഹം ഭീകരരെ ഒരു പ്രത്യേക കോണിലേക്ക് ഒതുക്കി നിർത്തിയത് കൊണ്ടാണ് പിന്നീട് വന്ന സൈനികർക്ക് അവരെ മുഴുവനായും വധിക്കാനും താജ് ഹോട്ടലിനെ ഭീകരമുക്തമാക്കാനും സാധിച്ചത്. മരണാനന്തരം രാജ്യം അദ്ദേഹത്തിന് അശോക ചക്ര നൽകി ആദരിച്ചു. ബംഗളൂരുവിലെ ഒരു പ്രമുഖ റോഡിന് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ റോഡ് എന്ന് പേരിട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി മേജർ എന്ന പേരിൽ ചലച്ചിത്രവും പുറത്തിറങ്ങി. അതിർത്തികളിൽ ഉറക്കമില്ലാതെ കാവലിരിക്കുന്ന ലക്ഷക്കണക്കിന് സൈനികർക്ക് ധീരത എന്ന ഒരൊറ്റ പേരേ ഉള്ളൂവെന്ന് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു.